അമ്മ മാത്രമേ സുസ്മിതയോടൊപ്പം നിന്നത്. ഇപ്പൊ എന്തായി? അമ്മയുടെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? അതെ, സത്യം മാത്രമേ ജയിക്കൂ. അതേ ജയിക്കാൻ പാടുള്ളൂ. എന്താച്ചാ ഇവനിച്ചിരി ഓവറാണല്ലോ. ഇപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ കണ്ണ് തെളിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയെങ്കിലും സുസ്മിതയെ ആവശ്യമില്ലാതെ സംശയിക്കുന്നത് അങ്ങ് ഒഴിവാക്കണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല സത്യാമ്മേ. സംഭവിച്ചതിനൊക്കെ സുസ്മിതയോട് മാപ്പ് ചോദിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? സ്വപ്നമൊന്നുമല്ലല്ലോ. വേദനയുണ്ട്, അപ്പൊ സ്വപ്നമല്ല. അയ്യോ അമ്മ, ചപ്പാത്തിയിടമ്മ. ഈയിടെയായിട്ട് ഭക്ഷണം ശ്രദ്ധിക്കില്ലട്ടമ്മ. നമ്മളൊക്കെ നമ്മുടെ കാര്യം മാത്രം എപ്പോഴും ആലോചിച്ചോണ്ടിരുന്നത്. സുസ്മിതയെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുസ്മിതയെ പറ്റി എനിക്ക് വിചാരമില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്തോ പണി വരുന്നുണ്ടല്ലോ. അതല്ല, ഈ സുസ്മിതയുടെ കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് കാലത്രയായി. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഓ, അങ്ങോട്ടാണോ ഇത് കൊണ്ടുവന്ന് എത്തിച്ചത്? പരമദ്രോഹി. അല്ല, അതിനു പറ്റിയ പയ്യന്മാരെ കിട്ടണ്ടേടാ. പയ്യന്മാരെ കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല ഭാമേ. വിവാഹത്തിന് തടസ്സങ്ങളുണ്ടെന്ന് ആൽത്തറ ക്ഷേത്രത്തിലെ സിദ്ധം പറഞ്ഞതല്ലേ? അതിനി നീങ്ങിയിട്ടില്ല. സിദ്ധം പറഞ്ഞ പരിഹാരം വനമൂർത്തി ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാനല്ലേ? അത് മുടങ്ങിയത് എങ്ങനെയാണെന്ന് രാഘവേട്ടന് അറിയാലോ. ഭാമേ, അത് ശാരദാമ്മയ്ക്ക് വിഷം തീണ്ടത് കൊണ്ടല്ലേ അന്ന് ശാലിനിക്ക് പെട്ടെന്ന് പോണ്ടി വന്നത്. അന്ന് സംഭവിച്ചതിലൊക്കെ എനിക്ക് ഖേദമുണ്ട്. ഇവളുടെ ഈ ഖേദപ്രകടനം പോലും കള്ളമാണെന്ന് എനിക്ക് സംശയമുണ്ട് രാഘവേട്ട. അല്ല സത്യാമ്മേ, സത്യമായിട്ടും ഖേദിച്ചതാ. പറഞ്ഞു രണ്ടും കൂടി എങ്ങോട്ടായി പോകുന്നേ? ഭാമേ, പിണക്കങ്ങളൊക്കെ മറന്ന് എല്ലാവരും ഇപ്പൊ ഒരുമിച്ചിരിക്കുക. ഇനിയും പഴങ്കതളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. സുസ്മിതയെ സംശയിക്കരുതെന്ന് നീ പറഞ്ഞതുപോലെ നീ ശാലിനിയെ സംശയിക്കാൻ പാടില്ല. സുസ്മിതയുടെ കല്യാണം നടത്താൻ ഇനി എന്ത് ചെയ്യണമെന്നാ നിങ്ങളൊക്കെ പറയുന്നത്? അമ്മ, ഈ മയിലാടുങ്കാവ് ക്ഷേത്രത്തിലെ മാംഗല്യ വ്രതത്തെ പറ്റി കേട്ടിട്ടില്ല അമ്മ? എന്റെ അമ്മയെ ക്ഷിപ്രപ്രസാദിയായ ദേവിയല്ലേ അവിടുത്തേത്? ഈ അവിവാഹിതരായ യുവതികളെ മംഗല്യ പൂജ നടത്തി കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടക്കുന്നതാണ് അതിന്റെ ഒരു വിശ്വാസം. എന്തോ കെണിയുണ്ടല്ലോ. ഈ കുടുംബത്തിലെ ഏറ്റവും ഒടുവില് സുമംഗലായ ആൾക്കാരുണ്ടല്ലോ, അവരെ ഭർത്തൃസമേതം മംഗലം കഴിക്കേണ്ട ആൾക്ക് വേണ്ടിയിട്ട് വ്രതപൂജ അങ്ങോട്ട് ചെയ്യണം. അത് പിന്നെ ഞാനും ശാലിനി കൂട്ടിയിട്ട് അങ്ങോട്ട് നടത്താലോ. പൂജയല്ലേ, എന്നാ പിന്നെ ചെയ്യാം. പക്ഷെ അത് എന്ന് ചെയ്യണമെന്നാ നീ പറയുന്നേ? അതിപ്പോ ഇന്ന് ആയിക്കോട്ടെ. എടാ, ഇന്നെന്ന് പറഞ്ഞാ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേടാ. എന്റെ അമ്മ, അത് നമുക്ക് സെറ്റപ്പ് ആക്കാം. എനിക്ക് വേണ്ടപ്പെട്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട്. അമ്മ ഒരു ഫോൺ കോൾ മതി, വേണ്ട കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തു. അപ്പൊ ഇത് കെണി തന്നെ. നമ്മൾ അങ്ങോട്ട് ചെന്നാ മാത്രം മതി. എന്നാ ഇന്ന് തന്നെ ആവട്ടെ, അല്ലേ സുസ്മിത? ആന്റി, ഇന്ന് പോവാൻ പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ സുസ്മിതയ്ക്ക് ഈ കല്യാണം നടക്കാൻ താല്പര്യമില്ലെന്ന് അർത്ഥം. ഇന്ന് പോവാ ആന്റി. ഇത്തവണ നീ പെട്ടുമോളെ. ഇത് ഞാൻ ഊരു മോളെ.
ടാക്സി ചാർജ് കൊടുത്തേ ശരി. എത്രയാ? 800 രൂപ. അതെ, അകത്തേക്ക് ഇരിക്കാൻ ഞാൻ സഹായിക്കണോ? കുഴപ്പമില്ല, ചേട്ടൻ വയ്ക്കോ. ആ ശരി. ആ ഡ്രൈവർ അത്രയും മനസാക്ഷി കാണിച്ചല്ലോ. അല്ല, സഹായിക്കണമെന്ന് ചോദിക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചു. സ്വന്തം അമ്മയും അമ്മാവനും കാണിക്കാത്ത മര്യാദയാ. ശരി, എന്റെ കാല് മുറിഞ്ഞിരിക്കോ, മനസ്സും കൂടെ മുറിക്കരുത് താൻ. എനിക്കൊന്നിരിക്കണം. പതുക്കെ പതുക്കെ. വേദനയുണ്ട് സാർ? ഒരു ചുളുചുളുപ്പ്, സ്റ്റിച്ചിട്ടല്ലേ? ഇങ്ങനൊരു നിമിഷം ഞാൻ ആഗ്രഹിച്ചതാ സാറേ. എന്തെനിക്ക് വെട്ടുള്ളാനോ? സാറ് വെറുതെ തമാശ പറയല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. പറയടോ, എനിക്ക് പിണങ്ങാനും കൂട്ടുവിടാനൊക്കെ താനല്ലേ ഉള്ളൂ. പറയടോ. സർ, നമ്മൾ രണ്ടാളും മാത്രം ഈ വീട്ടില്. ഈ വീട് നിറയെ നമ്മുടെ പ്രണയം. അത് കണ്ട് മുറ്റത്ത് നിന്ന് പുഞ്ചിരിക്കുന്ന പൂക്കള്, കാതില് കിന്നാരം പറയുകയും ഇക്കിളി കൂട്ടുകയും ചെയ്യുന്ന കാറ്റ്, നമ്മളെ കണ്ട് അസൂയപ്പെട്ട് കലവില് കൂട്ടുന്ന കിളികള്. ഇയാളുടെ ഉള്ളിൽ നല്ല ഒന്നാം തരം ഒരു കവയത്രി ഉണ്ടല്ലോ. ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്നയാളുടെ അരികത്തിരിക്കുമ്പോ ആർക്കും കവിത വന്നു പോവും സാറേ. താനത് ഓർമ്മിച്ച് വെച്ചേക്കണേ. സമയം പോലെ എനിക്കത് എഴുതിയെടുക്കാലോ. എന്തിനാ സാറേ? അല്ല, ഏതെങ്കിലും പൈങ്കിളി വാരിയേക്ക് അയച്ചു കൊടുക്കാലോ. അല്ല, ഒന്നാം തരം പൈങ്കിളിയാണല്ലോ. സാർ ഇങ്ങനെ പരിഹസിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളുടെയും പ്രേമം പൈങ്കിളിയാ സാറേ. ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? ഇത്രയും വിവരമുള്ള സാറിന് അറിയില്ലേ? എടാ, ഞാൻ എങ്ങനെ അറിയാനാ? എനിക്കേ ഇയാളുടെ ഒരാളുടെ അടുത്തോളം അനുഭവ പരിചയമുള്ളൂ. അല്ല, ഇയാൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേറൊരു. ആഹാ, മറ്റേ കാലം കൂടി വെട്ടിക്കളയും ഞാൻ. യോ വേണ്ടായേ. ഇയാളൊരു കാര്യം ചെയ്യ്, വീട് തുറക്ക്. സ്പെയർ കീയുള്ളത് നന്നായി. അമ്മയമ്മാവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. നിങ്ങളിത് പോന്നു? അല്ല, അമ്മയമ്മാവനും പോയില്ലായിരുന്നോ? പോകാൻ തന്നെ ആയിരുന്നു തീരുമാനം. അപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു 18 ലക്ഷം രൂപ കിട്ടാതെ ഇവിടുന്ന് ഇറങ്ങിത്തരാൻ നിവൃത്തിയില്ലല്ലോ മോനെ. അതേത് വകുപ്പില്? നീ ജനിച്ചപ്പോഴേ ഒരു ബുക്കും പിടിച്ചോണ്ട് ലെക്ചറായിട്ട് കോളേജിലേക്ക് പോവുമായിരുന്നോ? നിന്നെ പഠിപ്പിച്ചതിനും ജോലിക്ക് ഡൊണേഷൻ കൊടുക്കാനും ഒക്കെ ആയി തക്കലയിലെ ഭൂമി പണയം വെച്ച് തോർക്കുന്നുണ്ടോ? അതാണ് 18 ലക്ഷം രൂപ. ആ, പലിശ അടക്കം അത്രയൊക്കെ വരും. ശരിയേ, നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് കിടക്കണം. അല്ല, നീ സമാധാനമൊന്നും പറഞ്ഞില്ലല്ലോ. ബാങ്കുകാർ വന്ന് ഭൂമി ജപ്തി ചെയ്തോണ്ട് പോയാ റോഡിൽ കിടക്കാനൊന്നും പറ്റില്ലല്ലോ. പെറ്റതള്ള റോഡിൽ കിടന്ന് പുഴുവരിച്ചാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനേ ഇവള് മതിയല്ലോ. പറയടാ, എന്താ നിന്റെ തീരുമാനം? തരാം. 18 നിങ്ങൾ ചോദിക്കുന്ന അത്രയും ഞാൻ തരും. പ്രസവിച്ചതിനും താരാട്ട് പാടിയതിനും പാലൂട്ടിയതിനും പിച്ച വെച്ച് നടത്തിച്ചതിനും കണക്കുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് എഴുതി വെച്ചാരേ. ശരീരത്തിലെ മാംസവും മജ്ജ അടക്കം അറുത്ത് വിറ്റിട്ടാണെങ്കിലും രാജീവ് കടം വീട്ടിയിരിക്കും, പലിശ അടക്കം.
വാശാരികെ എടാ നിന്നേ അതെ ആ കടം വീട്ടുന്നവരെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഓഹോ താൻ വന്നേ. അവൾ എന്താ വിജയ പറഞ്ഞേ? പൂക്കളുടെ ചിരിയും കാറ്റിന്റെ ഇക്കിളി ഇക്കിളിയും എന്നൊക്കെ എന്താ ഇതൊക്കെ? എന്താ അതൊക്കെ അവളെ ഇനി ശരിക്കും അനുഭവിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ രണ്ടാളും ഇല്ലാതുള്ള വീട് വേണോ അല്ലേ അവൾക്ക്? ശരിയാക്കി കൊടുക്കാൻ ഞാൻ. ശരിക്കുമുള്ള നരകം എന്താണെന്ന് അവള് കാണാൻ പോകുന്നതേ ഉള്ളൂ. ആന്റി, ഇന്ന് തന്നെ മാംഗല്യവ്രതം ചെയ്യണം നിർബന്ധമുണ്ടോ? ഇന്നെന്താ കുഴപ്പം? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? ശുഭകാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ച തന്നെയാ സുസ്മിത. അല്ല, ഈ രാഹുകാലം അതൊക്കെ നോക്കിയിട്ടുണ്ട്. നീ വന്നാ മതി. അതെ, ഈ മംഗല്യവ്രതം നടത്തിയ ഉടനെ കല്യാണം നടക്കും. ഇനി കല്യാണം കഴിക്കാൻ സുസ്മിതയ്ക്ക് ഇഷ്ടമല്ലാത്തോണ്ടാണാവോ ഈ മടി? നേരാണോ സുസ്മിത? ഏയ് അല്ല, സത്യത്തിൽ എനിക്ക് ഭയങ്കര ഉത്സാഹം ആന്റി. പുറമേക്കത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതെ അതെ, സുസ്മിതയുടെ ഉള്ളിലുള്ളത് കാണാൻ ആർക്കും പറ്റില്ല. കല്യാണം നടക്കാത്തത് കൊണ്ട് പാവത്തിന് സങ്കടമായിരിക്കുക. അതെ അതെ, പ്രീതി പറഞ്ഞത് കറക്റ്റാ. മോൾക്ക് ഒരു വിഷമവും വേണ്ട. മോളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. പടിപൂജ ചെയ്ത് മംഗല്യവ്രതത്തിന് തുടക്കം കുറിക്കാം. മംഗല്യവ്രതം ചെയ്താലേ കല്യാണം ഉടൻ നടക്കും. ഇരിക്കുന്ന വിഷ്ണുവേട്ടനെ കൊണ്ട് എന്നെ കെട്ടിച്ചേക്കാൻഡി. എന്നാൽ ഏത് വ്രതവും എടുക്കാൻ ഞാൻ. അല്ല, മോളെന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, എന്നാ പൂജയും വ്രതമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരുക്കങ്ങളെല്ലാം ആയല്ലോ അല്ലേ തിരുമേനി? ഇനി ആളെത്തിയാൽ മാത്രം മതി. മോളെ, ദേവിയെ ധ്യാനിച്ച് പടിപൂജ ചെയ്തു തുടങ്ങിക്കോ. ആദ്യം തൊഴുതോ, എന്നിട്ട് തുടങ്ങ്. പടിപൂജ ഒലക്ക.
എനിക്ക് ഈ ഗതികേട് വന്നല്ലോ ദൈവമേ. ദേവിയോട് നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാനല്ല, നിങ്ങളുടെയൊക്കെ തല തല്ലിപ്പൊളിക്കാനാണ് എനിക്കിപ്പോ തോന്നുന്നത്. അവരിപ്പോ എത്തിയിട്ടുണ്ടാവും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. വിഷ്ണുട്ടാ, രോഹിത് മോളിലില്ലേ? ഇതാ ഏറ്റവും പറ്റിയ അവസരം. ഇവൾക്കുള്ള ട്രാപ്പ് ഇവിടെയാ നമ്മൾ ഒരുക്കേണ്ടത്. ഈ പടികൾ മുഴുവൻ പൂജിക്കാതെ ഇവൾക്ക് എവിടെയും പോവാനാവില്ല. സത്യമേം പ്രീതി ഒപ്പമുണ്ട്, പിന്നില് നമ്മളും. അപ്പൊ മുകളിൽ നിന്ന് രോഹിത് ഇറങ്ങി വന്നാലോ? വിളിക്ക് വിഷ്ണുട്ട രോഹിത്തിനെ. സത്യമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അഴിഞ്ഞു വീഴണം സുസ്മിതയുടെ മുഖംമൂടി. ഈ പടിക്കെട്ടിന്ന് തുടങ്ങണം അവളുടെ വീഴ്ച. പറയൂ ബ്രോ. രോഹിത്, ഞങ്ങളിവിടെ അമ്പലത്തിന്റെ പടിക്കെട്ടില് പടിപൂജ ചെയ്തോണ്ടിരിക്കുക. ഇങ്ങോട്ടൊന്ന് വരാവോ? വരാം ബ്രോ. ശരി ശരി, ഓക്കെ എന്ന് പറഞ്ഞു. എന്റെ അമ്മേ, ശബരിമല കയറ്റി ഇതിനേക്കാൾ എളുപ്പമായിരിക്കും. എന്താ മോളെ, മടുത്തോ? ഏയ് ഇല്ലാണ്ടി, നല്ല സുഖമുണ്ട്. എന്നാ നീ ഇവിടെ വന്ന് എന്ന് പടിപൂജ ചെയ്തോ സുസ്മിത? എത്ര ചെയ്യുന്നോ അത്രയും ഫലം കൂടും അല്ലേ അമ്മേ? അതെ അതെ. എനിക്ക് അത്രയും സുഖം വേണ്ട. എന്നാ നടക്കട്ടെ സുസ്മിത. അയ്യോ, എന്താ മോളെ ചെയ്യുന്നത്? അല്ലാണ്ടി, ഇതും ഇതിന്റെ ഒരു ഭാഗമല്ലേ? എന്താ ബ്രോ? അത് കുറച്ച് താമരോട്ടുകൂടി വാങ്ങാണ്ടായിരുന്നു, അത് മറന്നുപോയി. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അല്ല, നിക്ക് പൈസ ഇത് വെച്ചു. ഇപ്പൊ വരാം. എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ശാലിനി. രോഹിത് തരുന്നത് നമ്മുടെ സുസ്മിത അല്ല.
അങ്ങനെയാണെങ്കിൽ അത്രയ്ക്ക് അടുത്ത് ഇടപഴകി വരുന്ന നിലയിൽ അവളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയേണ്ടതല്ലേ രോഹിത്? ആയിരിക്കാം. പക്ഷേ സുസ്മിതയ്ക്ക് ഉടനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ലെങ്കിൽ വെറും കല്ലായിരിക്കണം ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിരിക്കുന്ന ദേവി.